അട്ടപ്പാടിയിൽ മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. പുത്തൂർ പഞ്ചായത്തിൽ അരളിക്കോണം ഉന്നതിയിൽ രേഷിയാണ് മരിച്ചത്. മകൻ രഘുവിനെ പുത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, മകൻ അമ്മയെ കൊന്നിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരം? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പുതൂർ പഞ്ചായത്തിൽ അരളിക്കോണം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതുണ്ടായത്. അതായത് രേഷി മകനെ കാണാതായതിനെ തുടർന്ന് വീടിന്റെ പുറത്തിറങ്ങി നോക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മകൻ രഘു അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ രഘുവിന് മാനസിക പ്രശ്നമുള്ളതായാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഇത്തരത്തിൽ, അതായത് പലതരത്തിലും അമ്മയായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നാട്ടുകാർ വരികയും ഈ സംഭവം ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും രഘുവിനെ പിടിച്ച് വയ്ക്കുകയുമായിരുന്നു. പിന്നീട് പുതൂർ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്മയുടെ സമാനമായ രീതിയിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തിയതായി അറിവുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ അമ്മയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ മാനസികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അമ്മയുമായി ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിനു മുൻപ് അമ്മയെ ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതിനുശേഷം ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ശരി ഗോകുൽ, എന്തായാലും അമ്മയെ മകൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മകൻ രഘുവിനെ പുതൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. 4 മണിക്കാണ് ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞില്ല. നമ്മളെല്ലാം ഉറക്ക സമയത്തിലാണ്. അപ്പോൾ രവിയുടെ ഭാര്യ വന്ന് ഞങ്ങൾക്ക് വിളിച്ച് കൊണ്ടുപോയി. ഇത് ഇങ്ങനെ അമ്മേനെ അടിച്ച് ആൾ കൊന്നു പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ വന്ന് കരഞ്ഞു വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ ഇയാൾ ചാടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ അവർ പോലീസുകാരും വന്ന് എല്ലാവരും ഡോക്ടർമാരും വന്ന് എല്ലാവരും വന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി വെച്ചിരിക്കുകയാണ്.